അരവിന്ദന്റെ അനിയത്തി രമണിക്ക് ജാതകദോഷം ഉള്ളതുകൊണ്ട് തന്നെ രമണിയുടെ അനിയത്തിയായ ഉഷയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് ഒരു കല്യാണാലോചന വരുന്നുണ്ട്. അവർക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിലും 50 പവൻ സ്വർണം വേണമെന്ന് പറയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അരവിന്ദൻ സരസ്വതി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട്. അവളുടെ സ്വർണ്ണം എടുത്ത് അനിയത്തിക്ക് തിരിക്കാമെന്നാണ് അവൻ കരുതിയത്. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ അനിയത്തിക്ക് വേണ്ടിയുള്ള സ്വർണം ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് കടം വാങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം സരസ്വതിയുടെ സ്വർണ്ണം എടുത്ത് ഈ കടങ്ങളൊക്കെ വീട്ടാന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ സരസ്വതി കൊണ്ടുവന്ന സ്വർണ്ണത്തില് പകുതി മുക്കാലും മുക്കാണെന്ന് അവര് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതിയുടെ അമ്മായിയമ്മ അവളെ ഒരുപാട് ചീത്ത പറയാണ്. അവളോട് വെറുപ്പ് വരാണ്. ഇവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് അമ്മായിമ്മ പറയുന്നുണ്ടെങ്കിലും അരവിന്ദൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ ഒരു കടം വീട്ടാനായിട്ട് അരവിന്ദൻ പലിശക്കാരിൽ നിന്ന് 2 ലക്ഷം രൂപ പലിശക്കെടുക്കാണ്. ആ ഒരു സമയത്ത് ഇളയ അനിയത്തി വന്ന് ആ ഒരു പൈസയൊന്നും മുക്കുന്നുണ്ട്. അങ്ങനെ പലിശ ഒന്നും കൊടുക്കാൻ പറ്റാതെ അരവിന്ദൻ റേഷൻ കടയിലുള്ള അരികളൊക്കെ മറച്ചു വെക്കുന്നത് നാട്ടുകാരെ പിടിച്ചവൻ ജയിലിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനക്ക് ചീത്തപ്പേര് വരാണ്. റേഷൻ കട പൂട്ടി പോകുന്നുണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല. കടക്കാരും പലിശക്കാരും അവരുടെ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു നിവൃത്തി ഇല്ലാതെ അരവിന്ദൻ നാട് വിട്ടു പോകുന്നുണ്ട്. ഈ സമയങ്ങളിലല്ല അരവിന്ദന്റെ അമ്മ സരസ്വതിയോട് നല്ല പോരെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അരവിന്ദൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ എന്തോ ഒരു വഴി കണ്ടിട്ടുണ്ടായിരുന്നു. വഴി എന്താന്ന് വെച്ചാൽ ഒരു കോടീശ്വരനായ ആൾക്ക് 2 കിഡ്നിയും കംപ്ലൈന്റ് ആണ്. അപ്പൊ അരവിന്ദന്റെ കിഡ്നി വിറ്റിട്ട് ആ ഒരു പൈസ കൊണ്ട് അവൻ കടം വീട്ടാമെന്ന് കരുതാണ്. അങ്ങനെ ഈ ഒരു കോടീശ്വരന്റെ കൂടെ നിന്ന് അയാളെ പരിചരിച്ച് ഓപ്പറേഷന്റെ ഡേറ്റ് വരുന്നുണ്ട്. എല്ലാ കടക്കാരോടും ആ ഒരു ദിവസമാണ് അവൻ കടങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം വേറൊരാൾ ഇവൻ പറഞ്ഞ പൈസനേക്കാളും കുറവില് കിഡ്നി കൊടുക്കാൻ തയ്യാറായപ്പോ അരവിന്ദനെ അവർ ഒഴിവാക്കി കളയാണ്. എന്നിട്ട് ആ ഒരാളുടെ കിഡ്നിയാണ് അവരും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അരവിന്ദൻ ഇനി കടക്കാര് വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യക്കും തനിക്കും വേണ്ടി വിഷം കലർത്തിയ ബിരിയാണി ഉരുള കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കോടീശ്വരൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അരവിന്ദന്റെ പെട്ടി അവൻ അവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനായിട്ടാണ് അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നത്. പക്ഷെ ആ ഒരു പെട്ടിയിൽ നിറച്ച് പൈസയായിരുന്നു. ഈ ഒരു കോടീശ്വരൻ അരവിന്ദനോടുള്ള സ്നേഹം കൊണ്ടാണ് വേറൊരാളുടെ കിഡ്നി എടുത്ത് ഇവനക്ക് പൈസ നൽകിയത്. എന്റെ മകനെ പോലെയാണ് നീ എന്നും പറഞ്ഞാണ് ഈ ഒരു പൈസ കൊടുക്കുന്നത്. അങ്ങനെ അവന്റെ പ്രശ്നങ്ങളൊക്കെ തീരാണ്. ഈ ഒരു മൂവി കംപ്ലീറ്റ് ആയി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.